Hi everyone, welcome back to News Taste Birds. ഇന്ന് ഞാൻ ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ഓട്ടപ്പം എന്ന് പറയും, ചിലയിടത്ത് ഇതിനെ ഓട്ടട, മുട്ടപ്പത്തിരി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യമേ തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഈ ഒരു പാകത്തിന് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് വരെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1 കിലോ മൈദ, 1 കിലോ മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ ആദ്യമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാര്യം ഒരുമിച്ച് 1 കിലോ മൈദ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഒരു 1/4 കിലോ മൈദ ചേർത്തതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിന് ഒരുപാട് വെള്ളമായി പോവരുത്, ഒരുവിധം നമ്മൾ ദോശമാവൊക്കെ എടുക്കുന്ന ആ ഒരു പാകത്തിന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടിനി ബാക്കിയുള്ള മൈദാമാവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കിലോ മൈദ 2 പ്രാവശ്യമായിട്ട് ചേർത്തതിന് ശേഷം വേണം മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ട്. ഒരുമിച്ച് മിക്സിയിലിട്ട് കൊടുത്താൽ മിക്സി പെട്ടെന്ന് കംപ്ലൈൻറ്റ് വന്നു പോകും. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഓരോ പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലൊരു തിക്കായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ സാധാരണ സോഡാപ്പൊടിയും കൂടെ ഒരു 1/4 ടീസ്പൂണോളം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ബാറ്റർ ഒരുപാട് ലൂസായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ചൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഈ മാവ് ഓരോ കയ്യിൽ മാവ് വീതം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു തുള്ളി പോലും എണ്ണ ഇതിൽ ആവശ്യമില്ല. ഇത് ഇങ്ങനെ മൂടി വെച്ച് വേവിക്കുമ്പോൾ തന്നെ 2 ഭാഗവും കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് അടുത്ത മാവും ബാക്കിയുള്ള മാവും ഇതേപോലെ തന്നെ കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതുമാണ്, ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാ ഓട്ടപ്പവും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ഇത് തേങ്ങാപ്പാലിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. ഇതിന് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.